ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്ക് തുടങ്ങാം കേട്ടോ. 5:30 കഴിഞ്ഞു. 6 മണിക്ക് അടുത്ത സെഷൻ എടുക്കണ്ടേ. ഓക്കെ. ന- നല്ല മഴയുണ്ട്. എന്തെങ്കിലും കട്ടാവ് കാര്യങ്ങളുണ്ട് വെച്ചെങ്കിൽ പറയണേ. 106 ആണ്. യൂണിറ്റ് 1 ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട്. കുറച്ച് ഫിലോസഫിയിലൊരു സബ്ജക്റ്റാണ് സൈക്കോളജിക്കൽ തോട്ടാണ്. സൈക്കോളജി എങ്ങനെയാണ് ഈ ഒരു സ്റ്റേജിലോട്ട് എത്തിയത് എന്നുള്ളത് ഫുള്ള് ഓരോ സയൻറ്റിസ്റ്റിൻ്റെയും ഓരോ സൈക്കോളജിസ്റ്റിൻ്റെയും തോട്ടുകളാണ് എങ്ങനെയാണ് ഇപ്പോഴത്തെ സൈക്കോളജിയിലേക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ്. Philosophical context. The philosophical context of psychology involves examining the philosophical foundations. എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ആണ് നോക്കുന്നത് ഓഫ് ദ ഡിസിപ്ലിൻ ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഹിസ്റ്ററി, എപ്പിസ്റ്റമോളജി ആൻഡ് മെറ്റാഫിസിക്സ്. ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ അവിടെ അതിൻ്റെ ഹിസ്റ്ററി നോക്കുന്നുണ്ട്, എപ്പിസ്റ്റമോളജി ജ്ഞാനശാസ്ത്രം നോക്കുന്നുണ്ട്, ആൻഡ് മെറ്റാഫിസിക്സ്. മെറ്റാഫിസിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫിസിക്സിൻ്റെ അതീതമായിട്ടുള്ളത്, അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, ഭൗതികത്തിനും അതീതമായിട്ടുള്ള കാര്യങ്ങൾ. അതാണ് ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് സൈക്കോളജിയിലുള്ളത്. According to a narrow view of science, acquisition of only sense observations based knowledge is considered valid and scientific. This perspective of science is termed empiricism. ഇനി സയൻസ് നോക്കുകയാണ്. അക്വിസിഷൻ ഓഫ് ഓൺലി സെൻസ് ഒബ്സർവേഷൻ ബേസ്ഡ്. ഒബ്സർവേഷൻസ് നോക്കിയിട്ടാണ് എന്ത് നോളജിനെ കൺസിഡർ ചെയ്യുന്നത്. അത് വാലിഡ് ആണോ സയൻറ്റിഫിക് ആണോ എന്നൊക്കെ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ ഒബ്സർവേഷൻസ്. നമ്മൾ അതിങ്ങനെ നല്ല രീതിക്ക് ഒബ്സർവ് ചെയ്യണം. എന്നിട്ട് അത് വാലിഡ് ആണോ സയൻറ്റിഫിക് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. ആ ഒരു പെർസ്പെക്റ്റീവിനെയാണ് നമ്മൾ എംപിരിസിസം എന്ന് പറയുന്നത്. ഇപ്പോൾ സയൻറ്റിഫിക്കലി ഒരു ഐറ്റം കിട്ടിയാൽ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്ത് അത് പ്രൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എംപിരിസിസം എന്ന് പറയുന്നത്. Rationalism, another philosophical perspective, advocates the use of human reason, intellect to generate new knowledge. ഇനി റാഷണലിസം എന്താണ്? Another philosophical perspective advocates the use of human reason. റാഷണലിസം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിവാദം എന്ന് പറയും. മറ്റൊരു ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവാണ് അഡ്വക്കേറ്റ്സ് ദ യൂസ് ഓഫ് ഹ്യൂമൻ റീസൺ, ഇൻ്റലക്ട് ടു ജനറേറ്റ് ന്യൂ നോളജ്. ഹ്യൂമൻ റീസൺസ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ കഴിവുകൾ, അതിനുള്ള കാരണങ്ങൾ, പുതിയൊരു അറിവ് അവരെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു, അതിനെക്കുറിച്ചാണ് അതിൽ ഫുള്ള് ആർഗ്യൂ ചെയ്യുന്നത്. 3 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. അതൊന്നും കാര്യമില്ല. എംപിരിസിസം പറഞ്ഞു, റാഷണലിസം പറഞ്ഞു. ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ആണ് നോക്കുന്നത്. ഫിലോസഫിക്കലിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഹിസ്റ്ററി, എപ്പിസ്റ്റമോളജി ആൻഡ് മെറ്റാഫിസിക്സ്. വൺ സെക്കൻഡ്. എംപിരിസിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു സയൻസ് വ്യൂ ആണ്, അല്ലേ? സയൻറ്റിഫിക് വ്യൂ ആണ്. ഒരു കാര്യം ഒബ്സർവ് ചെയ്തിട്ട് ആ ഒരു നോളജിനെ വാലിഡ് ആണോ സയൻറ്റിഫിക് ആണോ എന്ന് പ്രൂവ് ചെയ്യുക. അതിനെയാണ് എംപിരിസിസം എന്ന് പറയുന്നത്. റാഷണലിസം മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിവാദം എന്ന് പറയും. അതായത് ഹ്യൂമൻ റീസൺ, ഇൻ്റലക്ട് ടു ജനറേറ്റ് ന്യൂ നോളജ്. ന്യൂ നോളജ് എങ്ങനെയാണ്, പുതിയ അറിവുകൾ എങ്ങനെയാണ് ഹ്യൂമൻസ് ജനറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ റീസൺസും അതിനുള്ള അവരുടെ കഴിവുകളെയും കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് റാഷണലിസം. However, some of the psychological theories have been influenced by the philosophy of rationalism as well. ഇനി എന്താണ്? ചില സൈക്കോളജിക്കൽ തിയറീസ് ഹാവ് ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫിലോസഫി ഓഫ് റാഷണലിസം ആസ് വെൽ. ചില സൈക്കോളജിക്കൽ തിയറീസ് റാഷണലിസം നോക്കുന്നുണ്ട്. എംപിരിസിസം മാത്രമല്ല, റാഷണലിസം നോക്കുന്നുണ്ട്. William Wundt developed a system of psychology that was based on empiricist perspective of science. ഇനി വില്യം വുണ്ട് കൊണ്ടുവന്ന കാര്യം പറയാണ്. എന്താണ്? എംപിരിസിസ്റ്റ് പെർസ്പെക്റ്റീവ് ആയിരുന്നു സയൻസിൻ്റെ ഒരു എംപിരിസിസ്റ്റ് പെർസ്പെക്റ്റീവ്. He advocated the use of controlled introspection, a type of experiment in which the person involved in introspection experiments on oneself to unravel the structure of the mind. അദ്ദേഹം കൊണ്ടുവന്ന മെത്തേഡ് എന്തായിരുന്നു? ഇൻട്രോസ്പെക്ഷൻ മെത്തേഡായിരുന്നു. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഇതിൽ സ്വയം വിലയിരുത്താണ്. ഞാൻ എന്നെ തന്നെ, എൻ്റെ തോട്ട്സിനെയും ഇൻട്രോസ്പെക്ഷൻ മെത്തേഡായിരുന്നു വില്യം വുണ്ട് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് സയൻറ്റിഫിക് പെർസ്പെക്റ്റീവ് ആയിരുന്നു, എംപിരിസിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഹി അഡ്വക്കേറ്റഡ് ദ യൂസ് ഓഫ് കൺട്രോൾഡ് ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അതിനെ ആത്മപരിശോധന എന്ന് പറയും. ഞാൻ എൻ്റെ തന്നെയുള്ള കോൺഷ്യസ് തോട്ട്സുകളെയും ഫീലിങ്സിനെയും എക്സാമിൻ ചെയ്യുക, സ്വയം എക്സാമിൻ ചെയ്യുക. അതിനെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ടു അൺറാവൽ ദ സ്ട്രക്ചർ ഓഫ് മൈൻഡ്. എന്താണ്? നമ്മുടെ മൈൻഡിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ വാർന്നെടുക്കുകയാണ്.
അതുകൂടെ എന്തൊക്കെയാണ് തോട്ട്സ്, എന്തൊക്കെയാണ് ഫീലിങ്സ്, സ്വയം വിലയിരുത്തുക. അതാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. അത് കൊണ്ടുവന്നത് വില്യം വുഡാണ്. സച്ച് ആസ് സ്ട്രക്ചറലിസം ആൻഡ് ബിഹേവിയറിസം റിലേറ്റ് ഓൺ എംപിരിസം. സ്ട്രക്ചറലിസം ബിഹേവിയറിസം എന്തിലാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്? എംപിരിസിസം ആയിരുന്നു. എംപിരിസിസം മീൻസ് സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് അതിൻ്റെ പ്രൂഫുകളൊക്കെ ഉണ്ടാക്കി ആണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതാണ് എംപിരിസിസം. John Watson, the founder of behaviorism, is known for his effort to make psychology a fully scientific discipline and opposed to the study of mental structure and its functions. ഇനി ജോൺ വാട്സൺ വരെയാണ്. അദ്ദേഹമായിരുന്നു ബിഹേവിയറിസത്തിൻ്റെ ഫൗണ്ടർ. ബിഹേവിയറിസം കൊണ്ടുവന്നത് ജോൺ വാട്സൺ ആണ്. ഈസ് നോൺ ഫോർ ഹിസ് എഫേർട്ട് ടു മേക്ക് സൈക്കോളജി എ ഫുള്ളി സയൻറ്റിഫിക് ഡിസിപ്ലിൻ. അദ്ദേഹം എന്ത് ചെയ്തു? സൈക്കോളജീനൊരു ഫുള്ളി സയൻറ്റിഫിക് ഡിസിപ്ലിൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് ഒപ്പോസ്ഡ് ദ സ്റ്റഡി ഓഫ് മെൻ്റൽ സ്ട്രക്ചർ ആൻഡ് ദിസ് ഫങ്ഷൻ. അദ്ദേഹം എന്ത് ചെയ്തു? സ്ട്രക്ചറലിസത്തെ അവിടെ എതിർത്തു. ബിഹേവിയറിസം മാത്രമായിരുന്നു സപ്പോർട്ട് ചെയ്തത്. അത് സയൻറ്റിഫിക് ആണെന്ന് പറയാനായിട്ട് ശ്രമിച്ചു. അതായത് സ്റ്റഡി ഓഫ് മെൻ്റൽ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ അതിനെതിർത്തു. മെൻ്റൽ ഫങ്ഷൻസ് ഒക്കെ ഒരു സ്ട്രക്ചറാണ്, പാറ്റേണിലാണ്, കൃത്യമായിട്ട് ഒരു സ്ട്രക്ചറൽ പാറ്റേൺസ് നമ്മുടെ തോട്ട്സിനും ഫീലിങ്സിനും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് സ്ട്രക്ചറലിസം പറയുന്നത്. അതിനെ ജോൺ വാട്സൺ എതിർത്തു. ടു ഹിം ഓൺലി ഒബ്സർവബിൾ behavior should be the subject matter of psychology, whereas the Gestalt school drew on the logic of rationalism. ജോൺ വാട്സനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു? ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു ഒരു സൈക്കോളജിയിലുള്ള സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. കാരണം ബിഹേവിയറസ് ആയിരുന്നല്ലോ, അതിനെ ഒബ്സർവ് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് എന്താണെന്ന് പ്രസൻറ്റ് ചെയ്യുക. ബിഹേവിയറിസ്റ്റിൽ അങ്ങനെയായിരുന്നു. അതായിരുന്നു സൈക്കോളജിയുടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി എന്താ ചെയ്തത്? ട്രൂ ഓൺ ദ ലോജിക് ഓഫ് റാഷണലിസം. അവർ റാഷണലിസത്തിൽ ഉറച്ചു നിന്നു. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫിലോസഫിയാണ്. കുറച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കണേ. കേൾക്കുന്നില്ലേ? ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ. John Watson, the founder of behaviorism, is known for his effort to make psychology a fully scientific discipline and opposed to the study of mental structure. സ്ട്രക്ചറലിസത്തെ അദ്ദേഹം എതിർത്തു. ഒബ്സർവർ ബിഹേവിയർ ആയിരുന്നു സൈക്കോളജിയുടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് അദ്ദേഹം പറഞ്ഞു. ആൻഡ് ജസ്റ്റാൾട്ട് സ്കൂൾ സൈക്കോളജി എന്തായിരുന്നു? റാഷണലിസത്തിലായിരുന്നു ഫോക്കസ് ചെയ്തത്. ഓൾദോ സിഗ്മണ്ട് ഫ്രോയിഡ്, അടുത്ത ആൾ വരെയാണ്, നമ്മുടെ ഫ്രോയിഡ് വരെയാണ്. സിഗ്മണ്ട് ഫ്രോയിഡ്, ദ ഫൗണ്ടർ ഓഫ് സൈക്കോ അനാലിസിസിൻ്റെ ഫൗണ്ടർ ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. വാസ് ട്രെയിൻഡ് ഇൻ ദ മോഡേൺ ഡിസിപ്ലിൻ ഓഫ് ന്യൂറോളജി. And his philosophical position is not very clear regarding the use of a particular scientific perspective for his system of thought. അദ്ദേഹത്തിന് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ന്യൂറോളജിയിലായിരുന്നു അന്ന് ട്രെയിൻ ചെയ്തിരുന്നത്. സൈക്കോ അനാലിസിസ് എന്നുള്ളൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കൊണ്ടുവന്നത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. The proponents of another school of psychological thought, the humanistic existential psychology. ഇനി അടുത്തൊരു തോട്ട് വന്നതാണ് ഹ്യൂമാനിസ്റ്റിക് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി. were critical of the use of scientific method to study human psychology and they were particularly opposed to applying an analytical approach to understand human mental process or behavior. ഇനി മറ്റൊരു സൈക്കോളജിക്കൽ തോട്ട്, സ്കൂൾ ഓഫ് സൈക്കോളജിക്കൽ തോട്ട് വന്നത് ഏതാണ്? ഹ്യൂമാനിസ്റ്റിക് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി were critical of the use of scientific method to study human psychology. ഹ്യൂമൻ സൈക്കോളജി പഠിക്കുകയാണ്, ഒരു സയൻറ്റിഫിക് മെത്തേഡ്സ് ആയിട്ട് ഹ്യൂമൻ സൈക്കോളജി പഠിക്കുക. ആൻഡ് they were particularly opposed to applying an analytical approach to understand human mental process or behavior. അവിടെ എന്താണ് കൂടുതലും പഠിക്കുന്നത്? ഹ്യൂമൻ മെൻ്റൽ പ്രോസസ്സും ബിഹേവിയറും. അതിനെയാണ് ഹ്യൂമാനിസ്റ്റിക് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി കൊണ്ടുവന്ന മെത്തേഡ്. According to them, every person is born free and has the capabilities to develop his or her potential. അപ്പോൾ അവർ പറഞ്ഞത് എന്താ? ഹ്യൂമാനിസ്റ്റിക്കിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ജനിക്കുന്നത് ഫ്രീ ആയിട്ടാണ്, ഒരു കഴിവുകളില്ലാണ്ട് ജനിക്കുന്നു. ആൻഡ് ഹാസ് ദ കാപ്പബിലിറ്റീസ് ടു ഡെവലപ്പ് ഹിസ് ഓർ ഹെർ പൊട്ടൻഷ്യൽ. അപ്പോൾ ജനിച്ച് വളർന്നു വരുന്നതിനനുസരിച്ചാണ് ഓരോ കഴിവുകളും വളർത്തിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് വരുന്നത് അതിന് ശേഷം കിട്ടുന്ന ഓരോ കഴിവുകൾ കൊണ്ടാണെന്നത് അവർ പറഞ്ഞു. ഇത് ഹ്യൂമാനിസ്റ്റിക് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി. Scientific psychology defines the scope of the discipline in a limited sense. സയൻറ്റിഫിക് സൈക്കോളജി എങ്ങനെയായിരുന്നു?
ഡിഫൈൻ ദ സ്കോപ്പ് ഓഫ് ഡിസിപ്ലിൻ ഇൻ എ ലിമിറ്റഡ് സെൻസ്. വളരെ ലിമിറ്റഡ് സെൻസിലായിരുന്നു അതിൻ്റെ സ്കോപ്പ് ഡിഫൈൻ ചെയ്തത്. വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് സൈക്കോളജി? മെൻ്റൽ സ്ട്രക്ചർ ഓർ ഫങ്ഷൻസ് ഓർ കോൺഷ്യസ്നെസ് ഓർ ഒബ്സർവബിൾ ബിഹേവിയർ ഓർ അൺകോൺഷ്യസ് മോട്ടീവ്സ് ഓർ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ. അവിടെ എന്തൊക്കെയായിരുന്നു നോക്കിയത്? എന്താണ് സൈക്കോളജിയുടെ സബ്ജക്റ്റ് മാറ്റർ, എന്താണ്, പിന്നെ മെൻ്റൽ സ്ട്രക്ചർ എന്താണ്, മെൻ്റൽ സ്ട്രക്ചറും മെൻ്റൽ ഫങ്ഷൻസും, പിന്നെ കോൺഷ്യസ്നെസ് ഓർ ഒബ്സർവബിൾ ബിഹേവിയർ ഓർ അൺകോൺഷ്യസ് മോട്ടീവ്സ്, ഇനി എന്താണ്, ഓർ ഫുള്ളി ഫങ്ഷണൽ പേഴ്സൺ. ഇത്തരം കാര്യങ്ങളൊക്കെയായിരുന്നു സയൻറ്റിഫിക് സൈക്കോളജിയിൽ ഫോക്കസ് ചെയ്തത്. ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദ തിങ്കേഴ്സ് അസോസിയേറ്റഡ് വിത്ത് എ പർട്ടിക്കുലർ സ്കൂൾ ഓഫ് തോട്ട് കൺസിഡർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓരോരുത്തരും ഏത് സ്കൂൾ ഓഫ് തോട്ടാണ് കൊണ്ടുവന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരുപാട് സ്കൂൾ ഓഫ് തോട്ട് ഇപ്പം നമ്മൾ കണ്ടു അല്ലേ? റാഷണലിസം, പിന്നെ അതുപോലെ തന്നെ എംപിരിസിസം, പിന്നെന്താണ് ബിഹേവിയറിസം, സ്ട്രക്ചറലിസം, ഹ്യൂമാനിസ്റ്റിക് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി. ഓരോന്നിലും അവരുടെ തോട്ടുകളൊക്കെ എന്തായിരുന്നു? ഡിഫറെൻ്റ് ആയിരുന്നു. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സയൻറ്റിഫിക് സൈക്കോളജി അവർ ഡിഫൈൻ ചെയ്തത്. ആ സയൻറ്റിഫിക് സൈക്കോളജിയിൽ അവർ നോക്കിയിരുന്ന കാര്യങ്ങൾ: വാട്ട് കൺസ്റ്റിറ്റ്യൂട്ട്സ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് സൈക്കോളജി, മെൻ്റൽ സ്ട്രക്ചർ ഓർ മെൻ്റൽ ഫങ്ഷൻസ് ഓർ കോൺഷ്യസ്നെസ് ഓർ ഒബ്സർവബിൾ ബിഹേവിയർ ഓർ അൺകോൺഷ്യസ് മോട്ടീവ്സ് ഓർ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ. Similarly, William James, one of the founder of psychology and originally trained as a psychologist like Wood. ഈ വില്യം ജെയിംസ് എന്ന് പറഞ്ഞൊരു ആളുണ്ട്, ഫൗണ്ടർ ഓഫ് സൈക്കോളജി, ഒറിജിനലി ട്രെയിൻഡ് ആസ് എ ഫിസിയോളജിസ്റ്റ് ലൈക്ക് വുഡ്. വുഡിൻ്റെ എന്തെങ്കിലും ഒരു ഫിസിയോളജിസ്റ്റ് ആയിരുന്നു. വില്യം വുഡിനെ പോലെ തന്നെ ഒരു ഫിസിയോളജിസ്റ്റ് ആയിരുന്നു ആര്? വില്യം ജെയിംസ് എന്ന് പറയുന്നത്. തോട്ട് ദാറ്റ് സൈക്കോളജി ഷുഡ് ഫോക്കസ് ഓൺ ദ സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ്. ഇവിടെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ്സിൽ ഫോക്കസ് ചെയ്യണം. ബോധമുള്ള ടൈമിൽ എന്താണോ പ്രവർത്തിക്കുന്നത് അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വില്യം ജെയിംസ് പറഞ്ഞു. However, after realizing that in the prevalent scientific psychology it is not possible to study the stream of consciousness. പക്ഷെ എന്താണ്, അന്നുണ്ടായിരുന്ന സയൻറ്റിഫിക് സൈക്കോളജിയിൽ വെച്ചിട്ട് കോൺഷ്യസ്നെസ്സിനെ പറ്റി പഠിക്കാൻ സാധ്യമല്ല, പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കി. He quit the discipline of psychology, accusing it of a nasty little science. nasty little science, വൃത്തികെട്ട ചെറിയ ശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ഒരു ഫീൽഡിനെ ക്വിറ്റ് ചെയ്തു, വേണ്ടായിരുന്നു വെച്ചു. അപ്പോൾ സയൻറ്റിഫിക് സൈക്കോളജിയിൽ പറഞ്ഞിട്ടുള്ള അന്നത്തെ കാര്യങ്ങൾ വെച്ചിട്ട് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് പഠിക്കുന്നത് പോസിബിൾ അല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ എന്ത് ചെയ്തു? ആ ഒരു ഫീൽഡ് അവിടെ വെച്ചിട്ട് അങ്ങനെ അദ്ദേഹം ക്വിറ്റ് ചെയ്തു. ഓക്കെ ആണോ? ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവ് ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോയാലോ? ഇനി ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. According to the traditional approach, history refers to an objective or account of past happenings. ഹിസ്റ്ററി നമുക്ക് എന്താണെന്ന് അറിയാം, ഒരു പാസ്റ്റ് ഹാപ്പനിങ്സ് ആയിരിക്കും നോക്കുക അല്ലേ? ഫുൾ മുന്നേ നടന്നിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയാം. However, in examining the past, historians often make use of structures or models to analyze and explain past events. കൂടുതൽ എന്താണ്? സ്ട്രക്ചേഴ്സ് ഓർ മോഡൽസ് ടു അനലൈസ് ആൻഡ് എക്സ്പ്ലെയിൻ പാസ്റ്റ് ഇവൻറ്റ്സ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ അതിൻ്റെ സ്ട്രക്ചേഴ്സും മോഡൽസും ഒക്കെ യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതാണ് ഹിസ്റ്റോറിയൻസ് ചെയ്യുന്നത്. തോമസ് എസ്കുൻ ആദ്യം പറയുന്ന കാര്യമാണ്. തോമസ് എസ്കുൻ thinks that a paradigm that guides the thinking and practices of scientists is developed only in mature sciences such as physics, chemistry, biology, and argues that psychology is not a mature science and still it is in a pre-paradigmatic stage. അതായത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തോമസ് എസ്കുനാണ് അദ്ദേഹം പറഞ്ഞത്. എന്തിലായിരുന്നു അദ്ദേഹം ഗൈഡ് ചെയ്തത്? Thinking and practices of scientists is developed only in mature sciences. ഈ ഒരു കാര്യം ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് കണ്ടെത്തുന്ന കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ഓൺലി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ കാര്യങ്ങളിൽ മാത്രമാണ്. ആൻഡ് ആർഗ്യൂസ് ദാറ്റ് സൈക്കോളജി ഈസ് നോട്ട് എ മെച്യൂർ സയൻസ്. സൈക്കോളജി ഒരു മെച്യൂർ സയൻസ് അല്ല. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി പോലെ സൈക്കോളജി ഒരു മെച്യൂർ സയൻസ് അല്ല. ആൻഡ് സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻ എ പ്രീ പാരാഡിഗ്മാറ്റിക് സ്റ്റേജ്. അതിപ്പോഴും അതിൻ്റെ പാരാഡിഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ്, മുന്നെയാണ് നിൽക്കുന്നത്. പാരാഡിഗ്ം സ്റ്റേജിൽ നിൽക്കുന്നത് ആരാണ്? പാരാഡൈം സ്റ്റേജിൽ നിൽക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. അതുകൊണ്ട് അതൊരു മെച്യൂർ സയൻസാണ്. സൈക്കോളജി അതുപോലത്തെ ഒരു മെച്യൂർ സയൻസ് അല്ല എന്ന് തോമസ് എസ്കുൻ പറഞ്ഞു.
Kuhn used the term paradigm in various ways, and according to one scholar, he used this concept with 21 different meanings. അദ്ദേഹം ഈ ഒരു കാര്യത്തിന് 21 ഡിഫറെൻറ്റ് മീനിങ്സിൽ കൊണ്ടുവന്നു. ഈ മെച്യൂർ സയൻസ് പാരാഡൈം സ്റ്റേജിലാണ്. ഇനി ഈ പാരാഡൈം എന്നുള്ള ഈ ടേമിന് അദ്ദേഹം 21 ഡിഫറെൻറ്റ് മീനിങ്സ് കൊണ്ടുവന്നു. Therefore, the various system of psychological thought such as structuralism, functionalism and behaviorism, psychoanalysis, Gestalt school, etc. may be viewed as an example of paradigm of psychology. അതുകൊണ്ട് തന്നെ എന്താണ് സൈക്കോളജിക്കൽ തോട്ട് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം, സൈക്കോ അനാലിസിസ് ആൻഡ് ജസ്റ്റാൾട്ട് സ്കൂൾ. ഇതൊക്കെ ഒരു പാരഡൈം ഓഫ് സൈക്കോളജി ആയിട്ട് അദ്ദേഹം കണ്ടു. വൺ ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഓഫ് പാരഡൈം ഓഫ് സൈക്കോളജി ആണ് കേട്ടോ. അപ്പോഴും മെച്യൂർ സയൻസ് ആണെന്ന് പറഞ്ഞിട്ടില്ല, സൈക്കോളജിയുടെ പാരഡൈം ആണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതൊക്കെ? സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം, സൈക്കോ അനാലിസിസ് ആൻഡ് ജസ്റ്റാൾട്ട് സ്കൂൾ. One important advantage of looking at a different system of psychology in terms of Kuhn's concept of paradigm will be to link psychological thought with the prevailing historical, political, socio-cultural and ideological social forces. എന്താ ചെയ്തത്? ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂൻ്റെ കൺസെപ്റ്റായ പാരാഡൈം വെച്ചിട്ട് സൈക്കോളജിക്കൽ തോട്ടുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടു. with the prevailing historical, political, socio-cultural and ideological social forces. ഈ സോഷ്യൽ ഫോഴ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് സൈക്കോളജിക്കൽ തോട്ടായിട്ട് അതിന് ഒരു ലിങ്ക് ചെയ്തു. The history of scientific thought allows us to view philosophical systems or system of thoughts in their historical context rather than existing as an autonomous and isolated corpus of thoughts. ഈ ഒരു സയൻറ്റിഫിക് തോട്ടിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതെന്ത് ചെയ്തു? allow us to view philosophical systems of thoughts in their historical context. ഫിലോസഫിക്കൽ സിസ്റ്റത്തിലോട്ട് നോക്കാനായിട്ട് നമ്മൾ അലോ ചെയ്തു. ആൻഡ് സിസ്റ്റംസ് ഓഫ് തോട്ട്സ് ഇൻ ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലുള്ള അവരുടെ സിസ്റ്റം ഓഫ് തോട്ട്സ് എന്താണ്, റാദർ ദാൻ എക്സിസ്റ്റിംഗ് ആസ് എൻ ഓട്ടോണോമസ് ആൻഡ് ഐസൊലേറ്റഡ് കോർപ്പസ് ഓഫ് തോട്ട്സ്. അപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്ത് എന്താണ്? ഫിലോസഫിക്കൽ സിസ്റ്റംസും അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും ഫോക്കസ് ചെയ്തു. Further, this approach to look at the history of psychological thoughts and makes room to look for the existence and development of psychological thoughts prevalent in non-Western cultural context. ഈ അപ്രോച്ച് എന്നും കൂടെ നോക്കി, സൈക്കോളജിക്കൽ തോട്ടിൻ്റെ ഹിസ്റ്ററി നോക്കി, അതുപോലെ തന്നെ മേക്സ് റൂം ടു ലുക്ക് ഫോർ ദ എക്സിസ്റ്റൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട്. ഹിസ്റ്ററി നോക്കുന്നതിനൊപ്പം എന്താണ് സൈക്കോളജിക്കൽ തോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ എക്സിസ്റ്റൻസ് എന്താണ്, ദാറ്റ് പ്രിവാലൻ്റ് ഇൻ നോൺ വെസ്റ്റേൺ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. നോൺ വെസ്റ്റേൺ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ സൈക്കോളജിക്കൽ തോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് എന്തോരുണ്ട്, അതിൻ്റെ എക്സിസ്റ്റൻസ് എന്താണ്, ഇതൊക്കെ നോക്കാനും പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററി നോക്കാതിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് എത്തിപ്പെട്ടത്. The Western societies, due to the dominance of philosophical perspective of empiricism and the ideology of individualism. വെസ്റ്റേൺ സൊസൈറ്റിയിൽ എന്തായിരുന്നു? ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് എംപിരിസിസം ആൻഡ് ദി ഐഡിയോളജി ഓഫ് ഇൻഡിവിജ്വലിസം ഹാവ് പോപ്പുലറൈസ്ഡ് എ നാരോ വ്യൂ ഓഫ് സയൻസ്. അവിടെ സയൻസിൻ്റെ ചെറിയൊരു ശാഖ അവിടെ പോപ്പുലറൈസ് ചെയ്തു. ആൻഡ് ദ സെയിം ഹാസ് ബീൻ അപ്ലൈഡ് ഇൻ ദ ഫീൽഡ് ഓഫ് സൈക്കോളജി ആൻഡ് ഇമ്പോസ്ഡ് ദ സെയിം ഓൺ ദ നോൺ വെസ്റ്റേൺ സൊസൈറ്റി. അപ്പോൾ സൈക്കോളജിയിലെ ചെറിയൊരു സയൻറ്റിഫിക് ഫീൽഡ് കൊണ്ടുവന്നു, എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ നോൺ വെസ്റ്റേൺ സൊസൈറ്റികളിലേക്കും വ്യാപിപ്പിച്ചു. After World War II, psychological theories developed in the United States reflecting the ideology of individualism. വേൾഡ് വാറിന് ശേഷം എന്തായി? സൈക്കോളജിക്കൽ തിയറീസ് കൂടുതലും യുണൈറ്റഡ് സ്റ്റേറ്റുകളിൽ ഡെവലപ്പ് ചെയ്തു. Reflecting the ideology of individualism were exported to all other countries due to its prominent position in world politics. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റിൽ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? മറ്റ് വേൾഡ് പൊളിറ്റിക്സിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അത് കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യപ്പെട്ടു. ആസ് എ മോഡേൺ റീഡ് വെസ്റ്റേൺ, മോഡേൺ സൈക്കോളജിനെ നമ്മൾ വെസ്റ്റേൺ സൈക്കോളജി എന്നാണ് പറയുക. ഹാസ് ബീൻ എക്സ്പോർട്ടഡ് ഇൻ ദ നോൺ വെസ്റ്റേൺ സൊസൈറ്റീസ് ഇൻ ദ വ്യൂസ് ഓഫ് being universal psychology. The prominent and influential scholars in the discipline of psychology in the non-Western countries, mostly being trained in the Western countries such as the UK, USA, Australia, Canada and New Zealand, have adopted it uncritically and helped in propagating the Western psychology in their respective countries through their teaching and research program. അപ്പോൾ വെസ്റ്റേൺ സൊസൈറ്റിയിൽ നിന്ന് എന്ത് കിട്ടി?
വെസ്റ്റേൺ സൊസൈറ്റിയിൽ നിന്നാണ് സൈക്കോളജി ഡെവലപ്പ് ചെയ്തു വന്നത്. അപ്പോൾ UK-യിലെയും USA-യിലെ ഓസ്ട്രേലിയയും കാനഡയിലൊക്കെ ഉള്ള ആൾ, അതായത് വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാർ എന്ത് ചെയ്തു, അഡോപ്റ്റഡ് ഇറ്റ് അൺക്രിറ്റിക്കലി ആൻഡ് ഹെൽപ്ഡ് ഇൻ പ്രൊപ്പഗേറ്റിംഗ് ദ വെസ്റ്റേൺ സൈക്കോളജി. വെസ്റ്റേൺ സൈക്കോളജിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു ഇൻ ദയർ റെസ്പെക്റ്റീവ് കൺട്രീസ് ത്രൂ ദയർ ടീച്ചിങ് ആൻഡ് റിസർച്ച് പ്രോഗ്രാം. അപ്പോൾ അതിനെ അവരുടെ കൺട്രിയിൽ അത് വല്ലാതെ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യിപ്പിച്ചു. അവരതിനെ ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിപ്പിച്ചു ആൻഡ് റിസർച്ച് പ്രോഗ്രാംസ് ഒക്കെ നടത്തി കൃത്യമായിട്ട് അത് അവരുടേതായിട്ടുള്ള രാജ്യങ്ങളിൽ അതിനെ ഡെവലപ്പ് ചെയ്തു. അതാണ് വെസ്റ്റേൺ സൊസൈറ്റിയിൽ പറഞ്ഞത്. നമ്മൾ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ് ഇത്ര നേരം നോക്കിയത്. ഒന്നും കൂടി പറയാം. അതായിരുന്നു ട്രഡീഷണൽ അപ്രോച്ചാണ് നോക്കിയത്. ഒരു പാസ്റ്റ് ഹാപ്പനിങ്സിൻ്റെ ഇറ്റ് റെഫേഴ്സ് ടു ഒബ്ജക്റ്റീവ് അക്കൗണ്ട് ഓഫ് പാസ്റ്റ് ഹാപ്പനിങ്സ്. ഹിസ്റ്ററി നമുക്കറിയാം അല്ലേ, പാസ്റ്റ് ഹാപ്പനിങ്സ് ആണ് നോക്കുന്നത്. ടു അനലൈസ് ആൻഡ് എക്സ്പ്ലെയിൻ പാസ്റ്റ് ഇവൻറ്റ്സ്, അതാണ് ഹിസ്റ്റോറിയൻസ് നടത്തുന്നത്. തോമസ് എസ്കുൻ എന്ത് ചെയ്തു, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഒരു മെച്യൂർ സയൻസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ സൈക്കോളജി അതുപോലെ ഒരു മെച്യൂർ സയൻസ് അല്ല. അതെന്താണ്, ഇറ്റ് ഈസ് ഇൻ എ പാരാഡിഗ്മാറ്റിക് സ്റ്റേജ്. 1 സെക്കൻഡ് കേട്ടോ, ഞാൻ ചാർജർ ഒന്ന് കുത്തട്ടെ. സോറി. എന്തായിരുന്നു പറഞ്ഞത്, തോമസ് എസ്കുൻ ഒരു പ്രീ പാരാഡിഗ്മാറ്റിക് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം പാരാഡൈം എന്ന സ്റ്റേജിനൊരു അതിന് ആ ഒരു ടേമിന് 21 ഡിഫറെൻറ്റ് മീനിങ്സ് കൊടുത്തു. അതിൽ നിന്ന് എന്തായി, സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം, സൈക്കോ അനാലിസിസ്, ജസ്റ്റാൾ സ്കൂൾ, ഇതൊക്കെ ഒരു എക്സാമ്പിൾസ് ഓഫ് പാരാഡൈം ഓഫ് സൈക്കോളജി ആണെന്ന് അദ്ദേഹം കണ്ടു. ഇനി അടുത്തത് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ സയൻറ്റിഫിക് തോട്ടിൻ്റെ ഹിസ്റ്ററിയാണ്. അത് ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഓഫ് തോട്ട്സ് ഇൻ ദെയർ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും ഇതൊക്കെ നോക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി സൈക്കോളജിക്കൽ തോട്ട്സ് എന്ത് ചെയ്തു, സൈക്കോളജിക്കൽ തോട്ട്സ് പ്രിവാലൻറ്റ് ഇൻ നോൺ വെസ്റ്റേൺ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. നോൺ വെസ്റ്റേൺ കൾച്ചറൽ കോണ്ടെക്സ്റ്റിലുള്ള സൈക്കോളജിക്കൽ തോട്ട് ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ എക്സിസ്റ്റൻസ് ഒക്കെ നോക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റേൺ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് എംപെറിസം അവിടെ കുറച്ച് കൂടുതലാണ്. ആൻഡ് ഐഡിയോളജി ഓഫ് ഇൻഡിവിജ്വലിസം അവിടെ സയൻസ് കുറച്ച് ഡെവലപ്പ് ചെയ്തു. അത് ഫീൽഡ് ഓഫ് സൈക്കോളജിയിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തു. നോൺ വെസ്റ്റേൺ സൊസൈറ്റീസിലോട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇനി വേൾഡ് വാറിന് ശേഷം സൈക്കോളജിക്കൽ തിയറീസ് എന്തായി, യുണൈറ്റഡ് സ്റ്റേറ്റിൽ വല്ലാതെ ഡെവലപ്പ് ചെയ്തു. റിഫ്ലക്റ്റിംഗ് ദ ഐഡിയോളജി ഓഫ് ഇൻഡിവിജ്വലിസം. പിന്നെ അത് മാത്രമല്ല അത് എന്ത് ചെയ്തു, മറ്റ് രാജ്യങ്ങളിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്തു. മോഡേൺ സൈക്കോളജി അതായത് വെസ്റ്റേൺ സൈക്കോളജി എന്ത് ചെയ്തു, നോൺ വെസ്റ്റേൺ സൊസൈറ്റീസിലോട്ട് എക്സ്പോർട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ UK, USA, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ് ഇത്തരത്തിലുള്ള വെസ്റ്റേൺ കൺട്രീസ് അവരുടെ രാജ്യങ്ങളിലെ വെസ്റ്റേൺ സൈക്കോളജി എന്ത് ചെയ്തു, നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തു ത്രൂ ദെയർ ടീച്ചിങ് ആൻഡ് റിസർച്ച് പ്രോഗ്രാം. ഇത്രയാണ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലുള്ളത്. ബോറടിക്കുന്നുണ്ടോ ഫിലോസഫി പഠിച്ചിട്ട്? ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ, ഓക്കെ ആണോ? ഇനി അടുത്തതാണ് നോൺ വെസ്റ്റേൺ തുടങ്ങിക്കഴിഞ്ഞാൽ 5:56. നമുക്ക് നാളെ നോക്കാം. നോൺ വെസ്റ്റേൺ അതും കൂടെ ഉള്ളു, കുറച്ചുള്ളൂ. അപ്പോൾ ഇത് നാളെ നോക്കാം. നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ് ഇൻ സൈക്കോളജി. ഒന്ന് നന്നായിട്ടൊന്ന് വായിക്കണേ. ഇത് ഭയങ്കര ഷോർട്ടാക്കിയിട്ടുള്ള നോട്ടാണ്. ടെക്സ്റ്റ് ബേസ്ഡ് ആണ്, പക്ഷേ ടെക്സ്റ്റിലുള്ള നോട്ടല്ല, വേറെ നോട്ടാണ്, PDF ഉണ്ടാക്കിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് വായിക്കുക. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അതൊന്നും ഇങ്ങനെ കാർവ് ചെയ്തെടുത്ത് എഴുതിയുള്ളതാണ്. നോക്കുക, ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റും
ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നന്നായി വായിച്ച് ഇതിന്നും മനസ്സിലാക്കുക. കുറെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടല്ലോ ടീച്ചറെ. ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഉണ്ട്. മോഡേൺ ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ്, നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ്, പിന്നെ ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഈ 3 ടോപ്പിക് ആകെ ഈ പാഠത്തിൽ വരുന്നുള്ളത് മൊത്തം ചോദിച്ചിട്ടുണ്ട്. ഇത് 3 അപ്പോൾ നമുക്കിത് പഠിക്കാൻ പറ്റില്ല, കുറച്ച് ഫിലോസഫിയാണ്. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി വായിച്ചു നോക്കുക. ഒരുപാട് തവണ വായിച്ച് അതിൻ്റെ ഓർഡറും എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടൻറ്റ് എന്നുള്ളതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് നോക്കാം. ഓക്കെ. ഈ നോട്ട് ഇതിലാണോ, ക്ലാസ് റൂമിലുണ്ടോ? ക്ലാസ് റൂമിൽ ഞാൻ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഞാൻ PDF ഷെയർ ചെയ്ത് തരാം. അതായിരിക്കും. ക്ലാസ് റൂം ഞാനൊന്ന് സെറ്റാക്കിയിട്ടില്ല. കുറച്ചുകൂടെ ആൾക്കാർ ജോയിൻ ചെയ്യണമെങ്കിൽ അതിന് ശേഷം സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കുഴപ്പമില്ല. ഞാൻ PDF സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ശരി. ഓക്കെ, താങ്ക് യു. താങ്ക് യു.